ഹായ് ഹലോ, എൻ്റെ മക്കളെല്ലാം ക്രിസ്മസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ആ തിരക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ? കലാരൂപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മയില്ലേ എല്ലാവർക്കും? ഏതൊക്കെ കലാരൂപങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കലാരൂപങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് പറഞ്ഞു നോക്കിയാൽ എൻ്റെ മക്കള്. തിരുവാതിര, ഓട്ടംതുള്ളല്, മാർഗംകളി, പടയണി, തെയ്യം, കോൽക്കളി, ദഫ്മുട്ട്, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? എൻ്റെ മക്കൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടില്ലെങ്കിലും ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കളിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ കലോത്സവ വേദികളിൽ എന്തായാലും നിങ്ങൾ ഈ കലാരൂപങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഇതേതാ കലാരൂപം? ഇതാണ് നമ്മുടെ കഥകളി അല്ലേ? നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കലാരൂപമാണ് കഥകളി. നൃത്തത്തിനും അഭിനയത്തിനും മുദ്രകൾക്കും സംഗീതത്തിനും ഒക്കെ ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കലാരൂപമാണ് കഥകളി. അതേപോലെ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും നമ്മുടെ കഥകളിയാണ് അല്ലേ? അടുത്തതാരാ? നമ്മുടെ അമ്മമാരും ചേച്ചിമാരൊക്കെ കളിക്കുന്ന പാർവണേന്ദുമുഖി പാർവതി. കേട്ടിട്ടില്ലേ ഈ പാട്ട്? നമ്മുടെ തിരുവാതിരക്കളി ഇതൊക്കെ കണ്ടോ? വിളക്കൊക്കെ കത്തിച്ച് വെച്ച്, നമ്മുടെ വട്ടത്തിൽ നിന്ന് അതിൻ്റെ നടുവിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പാട്ട് പാടി ദശപുഷ്പം ചൂടി കേരള സാരിയൊക്കെ ഉടുത്ത് കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് തിരുവാതിരക്കളി. ധനുമാസത്തിലെ തിരുവാതിരയിലാണ് ഈ തിരുവാതിരക്കളി കളിക്കുക. നിങ്ങൾക്കറിയില്ലേ? ധനുമാസത്തിൽ തിരുവാതിര. അങ്ങനെ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നടുവിൽ വിളക്ക് കത്തിച്ച് വെച്ച് കേരള സാരി ഉടുത്ത് ദശപുഷ്പം ചൂടി സ്ത്രീകള് ചുറ്റും നിന്ന് പാട്ടുപാടി കളിക്കുന്നതാണ് തിരുവാതിര. ഒപ്പന നമ്മുടെ കേരളത്തിലെ ഏറെ പ്രചാരമുള്ള ഒരു കലാരൂപമാണ് ഒപ്പന. കൂടുതലായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം ജനതകളുടെ ഇടയിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അവരുടെ വിവാഹവേളകളിൽ അവർ സംഘനൃത്തമായിട്ട് ഇത് കളിക്കാറുണ്ട് അല്ലേ? അതേപോലെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണല്ലേ. അദ്ദേഹം നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ ഹാസ്യപ്രധാനവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ തുള്ളലിലൂടെ. തുള്ളൽ എത്ര വിധത്തിലുണ്ട്? തുള്ളല് 3 വിധത്തിലുണ്ട്. അവ ഏതൊക്കെയായിരുന്നു? ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കം തുള്ളൽ, അങ്ങനെ 3 വിധത്തിലുണ്ട് നമ്മുടെ തുള്ളൽ. അടുത്തതേതാ? കോൽക്കളി എങ്ങനെയാ? കോൽക്കളി വട്ടത്തിൽ നിന്ന് താളത്തിൽ ചവിട്ടി പാടി കോലൊക്കെ കൊട്ടി കളിക്കുന്ന ഒരു കളിയാണ് കോൽക്കളി. അതേപോലെ മറ്റൊരു കലാരൂപമാണ് നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് നമ്മുടെ മാർഗംകളി. പിന്നെ ഉള്ളതാണ് നമ്മുടെ മോഹിനിയാട്ടം. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണെന്ത്? നമ്മുടെ മോഹിനിയാട്ടം. കൂടിയാട്ടം ചാക്യാന്മാര്, അതായത് ഒന്നിൽ കൂടുതൽ ചാക്യാന്മാര് കളിക്കുന്നതാണ് എന്ത്? നമ്മുടെ കൂടിയാട്ടം. ഒരു ചാക്യാനാണെങ്കിൽ അത് ചാക്യാർ കൂത്താണ്. ഈ ചാക്യാർ സമുദായത്തിലുള്ളവരാണ് ഈ ചാക്യാർ കൂത്ത് കളിക്കുന്നത്. അതുകൊണ്ടാണ് ചാക്യാർ കൂത്ത് എന്ന് അറിയപ്പെടാൻ കാരണം. പിന്നെ നമ്മുടെ തെയ്യം, അതേപോലെ ദഫ്മുട്ട്, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതിൻ്റെ ഒക്കെ പിക്ചേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതെൻ്റെ മക്കളെ റിവൈസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ചിലപ്പോൾ നമുക്ക് ഈ പിക്ചേഴ്സിൽ ഏതെങ്കിലും ഒരു പിക്ചേഴ്സ് ഇങ്ങനെ തന്നിട്ട്, റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു പിക്ചേഴ്സ് തന്നിട്ട് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ഇത് ഏത് കലാരൂപമാണ് എന്ന്. അപ്പം നമുക്ക് പറയാൻ കഴിയണം ഇത് ഇന്ന കലാരൂപമാണ്, ഇത് കൂടിയാട്ടമാണ്, അല്ലെങ്കിൽ ഇത് മോഹിനിയാട്ടമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. എല്ലാവരും പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ചില സമയത്ത് നമ്മളോട് ചോദിക്കും ഒരു കലാരൂപത്തിൻ്റെ പേര് തന്നിട്ട് അതിൻ്റെ വിവരണം തയ്യാറാക്കാൻ. അതും നമുക്ക് പറ്റണം. അതുകൊണ്ട് എൻ്റെ മക്കളെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. അപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യനുമായിട്ട് കാണുന്നത് വരെ ബൈ.